നമസ്കാരം, ഋഷിഭക്തൻ ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം ഓരോ നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ നക്ഷത്രഫലം അവതരിപ്പിച്ചു വരികയാണ്. അശ്വതി മുതൽ വിശാഖം വരെയുള്ള നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിനു മുമ്പ് 12 വീഡിയോകളിലായി ഓരോ രാശിക്കാരുടെയും പ്രത്യേകം പുതുവർഷ നക്ഷത്രഫലത്തെ പറഞ്ഞിരുന്നു. ഋഷിപ്രോക്തം കുടുംബാംഗങ്ങളായിട്ടുള്ള പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം ഓരോ നക്ഷത്രക്കാരുടെയും 2024 സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ അവതരിപ്പിച്ചു വരികയാണ്. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് അനിഴ നക്ഷത്രക്കാരുടെ 2024 ഫലത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. ചെറിയൊരു വീഡിയോ ആണ്, വീഡിയോ അവസാനം വരെ കാണുക. അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് തൊഴിൽ സംബന്ധമായി യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം. നടപ്പിലാകില്ല എന്ന് കരുതിയിരുന്ന കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ 2024 നടക്കാനുള്ള സാധ്യതയുണ്ട്. ശാരീരികമായി ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം. സന്താനങ്ങൾക്കായി പണച്ചെലവും വന്നേക്കാം. വീടിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തേണ്ട സാഹചര്യം വന്നേക്കാം. പുതിയ ജോലിയൊക്കെ അന്വേഷിക്കുന്ന അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അതിന് സാധ്യതയുള്ള സമയമാണ്. ബന്ധുക്കളും സ്വന്തക്കാരുമായിട്ടുള്ള തർക്കങ്ങളൊക്കെ നിലനിന്നിരുന്ന അനിഴ നക്ഷത്രക്കാർക്ക് അതൊക്കെ ഒന്ന് ഒത്തുതീർപ്പാക്കി ബന്ധുക്കളുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടും ഒക്കെ രമ്യതയിൽ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാകും. തൊഴിൽപരമായി മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം പുതുവർഷത്തിൽ അനിഴ നക്ഷത്രക്കാർക്കുണ്ട്. ജലജന്യമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അതൊക്കെ ഒന്ന് കരുതലെടുക്കുക. അനാവശ്യമായിട്ടുള്ള ഉത്കണ്ഠകൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളെയൊക്കെ ഒഴിവാക്കുക. പൊതുവെ വീട്ടിലും തൊഴിലിടങ്ങളിലും ഒക്കെ മാനസികമായി അല്പം സുഖക്കുറവ് അനുഭവപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അതൊക്കെ ഒന്ന് കരുതലെടുക്കുക. എന്നിരുന്നാലും എല്ലാ മേഖലയിലും പ്രവർത്തന വിജയം ഉണ്ടാകുന്നതാണ്. ബന്ധുജനങ്ങളുമായിട്ട് സമാഗമം ഉണ്ടാകുന്നതുമാണ്. സർക്കാരിലേക്ക് ചെറിയ പിഴകളൊക്കെ അടയ്ക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നേക്കാം. വ്യവഹാരങ്ങൾ നടത്തുന്നവർക്ക് വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിന് സന്തോഷകരമായിട്ടുള്ള വാർത്തകളൊക്കെ ശ്രവിക്കാനുള്ള ഭാഗ്യമുണ്ടാകും. അനിഴ നക്ഷത്രക്കാർക്ക് 2024 അവരുടെ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്കൊക്കെ രോഗാരിഷ്ടതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് അടുത്ത ബന്ധുക്കൾക്ക് ചില രോഗങ്ങളൊക്കെ ഉണ്ടായേക്കാം. ആഹാരകാര്യത്തിൽ ശ്രദ്ധ കുറയാതെയും നല്ല പോഷകപ്രധാനമായിട്ടുള്ള ഭക്ഷണ നിയന്ത്രണം കൊണ്ടുവരികയും ഒക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഔഷധ സേവയൊക്കെ ആവശ്യമായി വന്നേക്കാം. ബന്ധുക്കളുമായി സമാഗമം ഉണ്ടാകാൻ സാഹചര്യവുമുണ്ട്. രോഗങ്ങളൊക്കെ ദുരിതത്തിലാഴ്ത്തിയിരുന്ന അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അതൊക്കെ ആശ്വാസകരമായി ഒഴിവാകാനുള്ള സാഹചര്യവും 2024 ഉണ്ട് എന്ന് തന്നെ പറയണം. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സഹായ സഹകരണങ്ങൾ നിർലോഭമായി ലഭിക്കുന്ന വർഷം കൂടിയാണ്. പുതിയ തൊഴിലൊക്കെ നേടാൻ ആഗ്രഹിക്കുന്ന അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അതൊക്കെ ലഭിക്കുന്നതാണ്. ദോഷശമനത്തിനായി അനിഴ നക്ഷത്രക്കാർ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. തൃക്കൈവെണ്ണ, കദളിപ്പഴം, നിത്യം പാൽപായസം, കൂടാതെ നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. ശ്രീകൃഷ്ണന്റെ മന്ത്രങ്ങളൊക്കെ നിത്യം ജപിക്കുക തുടങ്ങിയവയൊക്കെ ജീവിത വിജയത്തിനും ദോഷങ്ങൾ ഇല്ലാതാക്കുന്നതിനും അനിഴ നക്ഷത്രക്കാർക്ക് സാഹചര്യമൊരുക്കും. ഇത്രയും കാര്യങ്ങളാണ് പുതുവർഷ ഫലമായിട്ട് അനിഴ നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. എല്ലാ അനിഴ നക്ഷത്രക്കാർക്കും പുതുവർഷം നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അടുത്ത ദിവസം നമുക്ക് തൃക്കേട്ട നക്ഷത്രക്കാരുടെ പുതുവർഷ നക്ഷത്രഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.